ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 5-10 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പമായിട്ട് നല്ല പെർഫെക്റ്റ് ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ശർക്കര ഞാനൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെക്കുക. പിന്നെ നുറുക്ക് ഗോതമ്പാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു കപ്പിനടുത്ത് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 പഴം ചേർത്ത് കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അരക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അധികം വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് നമ്മൾ അരച്ചെടുത്ത ബാറ്ററാണ് ഇത്. ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര അത് ചൂടോടെ ആ ശർക്കരപ്പാൻ ഇതിലേക്ക് ചൂടോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അരിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്റർ ഒന്ന് കട്ടിയാക്കി കിട്ടാൻ വേണ്ടി അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. അത് നിങ്ങളുടെ താല്പര്യം പോലെ മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നല്ലോണം മിക്സായി കിട്ടും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിലായിട്ട് ഒരു 3/4 ഭാഗത്തോളം മാവ് നിറച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുക്കായി തുടങ്ങുമ്പോൾ തന്നെ സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിന് ചെയ്ത് കൊടുക്കുന്ന പോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം കൂടിയാണിത്. പിന്നെ ഞാൻ പഴം ചേർത്തത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പഴം ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മാവ് തീരുന്ന വരെ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്